ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഓണമൊക്കെ നിങ്ങൾ അടിച്ച് പൊളിച്ചെന്ന് അറിയാം. ഇപ്പോൾ നല്ല മഴയുണ്ടെന്ന് എന്തായാലും ആ മഴയിൽ നമുക്ക് നോയ്സ് ചിലപ്പോൾ ഉണ്ടാകും, കുറച്ച് കുഴപ്പമില്ല, എന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിന് മുമ്പ് അവസാനിപ്പിച്ചപ്പോൾ ജാവാസ്ക്രിപ്റ്റ് തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ജാവാസ്ക്രിപ്റ്റ് 3 രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ കോഡ് HTML എഴുതാം, പിന്നെ ഔട്ട്പുട്ട് വരുത്താനായിട്ട് എന്തൊക്കെ ചെയ്യാം, എവിടെയാണ് എഴുതേണ്ടത്, കോഡ് എവിടെയൊക്കെ എഴുതാം, അത് 3 മെത്തേഡ് പറഞ്ഞു. പിന്നെ ഔട്ട്പുട്ടിനുള്ള 3, 4, 5 മെത്തേഡുകൾ പറഞ്ഞു അല്ലേ. പിന്നെ നിങ്ങൾക്കൊരു വർക്കും തന്നു, അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് സിലബസിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെ പഠിക്കാം, കാരണം അത് CPP-യിലും ജാവയിലും നിങ്ങൾ പഠിച്ച അതേ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് തന്നെയാണ്. പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിലുള്ള പ്രധാനമായിട്ട് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതായത് സെലക്ഷൻ സ്ട്രക്ചേഴ്സ്, ഇഫ് എൽസ്, ലാഡർ, അങ്ങനെ അത് സ്വിച്ച് കേസ്, അതൊക്കെ കൺട്രോൾ ഇതിൽ സെലക്ഷൻ സ്ട്രക്ചേഴ്സിൽ വരും. മൾട്ടിപ്പിൾ 1-2 ചോയ്സിന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ളത്. ഓക്കെ. പിന്നെ വരുന്നത് റിപ്പീറ്റേഷൻ സ്ട്രക്ചേഴ്സാണ്, അതായത് ലൂപ്പുകൾ, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇതൊക്കെ നിങ്ങൾ CPP-യിൽ പഠിച്ച അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ. പിന്നെ നിങ്ങളോട് ഇതിൻ്റെ ബാക്കി ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ. അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വരാൻ പറഞ്ഞു, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റ ടൈപ്സ്, കാരണം CPP-യിലും ജാവയിലൊക്കെ ഉള്ള ആ ഒരു ഡാറ്റ ടൈപ്സ് എല്ലാം ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നിങ്ങൾ പഠിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് അടുത്ത ഓഫ്ലൈൻ സെഷനിൽ അത് നിങ്ങളുടെ ക്ലാസ് ആയിരിക്കും, നിങ്ങളുടെ ആരുടെയെങ്കിലും 1-2 പേരുടെ ക്ലാസ് ആയിരിക്കും അത് നടക്കുക. ഞാൻ സെലക്റ്റീവായിട്ട് നമ്മുടെ ഈ ലൈവ് ചൊവ്വാഴ്ചത്തെ ലൈവ് ഇതിൽ സെലക്റ്റീവായിട്ട് കുറച്ച് പേരെടുത്തത് അയച്ചു തരാൻ പറയും. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് ക്ലാസ്സിലെ ഓഫ്ലൈൻ സെഷനിൽ അപ്ലൈ ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് റെഡിയാക്കി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൽ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് അതിൽ വരും. പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിലാവശ്യമായി വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു പോകും. അതല്ലാതെ അത് പറയാൻ വേണ്ടി സെപ്പറേറ്റ് സെഷൻ വെക്കുന്നത് വേസ്റ്റാണ് ശരിക്കും, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട്. ഓക്കെ. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡാറ്റ ടൈപ്സ്, ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ട്, പിന്നെ ഫങ്ഷൻസ് എന്താണ്, ഒബ്ജക്ട്സ്, അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, സിലബസിൽ ജസ്റ്റ് പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സും ജാവാസ്ക്രിപ്റ്റിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും സാധാരണ എക്സാമിന് ചോദിക്കുന്നതും അതുമായിട്ട് നമുക്ക് അത്യാവശ്യം പ്രോഗ്രാം ചെയ്യാൻ, ലാബിൽ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമ്മൾ പറയും. ഓക്കെ. ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് പഠിക്കാൻ നിങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റിൽ ആവശ്യമുണ്ട്, പ്രോഗ്രാം ചെയ്യുമ്പോൾ ആവശ്യം വരാം. അതൊക്കെ നിങ്ങൾ ആ നീഡ് വരുമ്പോൾ ഞാൻ ലാബ് സൈക്കിൾ തരും, ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട വേർഷൻസ് ഇതിൽ തന്നെയാണ്, ഈ സൈറ്റിൽ തന്നെയുണ്ട്, അതിൽ വന്ന് നോക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്സ് ജാവാസ്ക്രിപ്റ്റിൽ അത്ര അധികം ഡാറ്റ ടൈപ്സ് ഒന്നും ഇല്ല. ഓക്കെ. ജാവാസ്ക്രിപ്റ്റിൽ വരുന്നത് നമ്പേഴ്സ്, സ്ട്രിങ്സ്, ഒബ്ജക്ട്സ്, ഇതാണ് മെയിനായിട്ട് വരിക. നമ്പേഴ്സ് എന്നേ ഉള്ളൂ. നമ്മൾ സിയിൽ, CPP-യിൽ, ജാവയിലൊക്കെ പഠിക്കുന്ന പോലെ ഇൻറ്റിജർ, ഫ്ലോട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻറ്റിജറും ഫ്ലോട്ടും ഒക്കെ വരും. സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ അതിൽ സിംഗിൾ ക്യാരക്ടർ ആവാം, മൾട്ടിപ്പിൾ ക്യാരക്ടർ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഈ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അല്ലേ, നമ്മൾ പേര് എഴുതുന്നത്, അങ്ങനെയുള്ളതൊക്കെ എന്താണ്, സ്ട്രിങ് ആണ്. പിന്നെ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട്, ഒബ്ജക്ട്സ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ CPP-യിൽ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒബ്ജക്ട്സ് എന്നുള്ളൊരു ടൈപ്പ് കൂടി ഇതിൽ വരുന്നുണ്ട്, അത് നമ്മൾ പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ആദ്യം എന്താ ഇവിടെ നോക്കുക, ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് ക്യാൻ ഹോൾഡ് മെനി ഡാറ്റ ടൈപ്സ്, നമ്പേഴ്സ്, സ്ട്രിങ്സ്, ഒബ്ജക്ട്സ്. ഇതിൽ ഇതാ var എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്യുക, അല്ലാതെ ഇൻഡ്, ക്യാർ, ഫ്ലോട്ട് അങ്ങനെ വെച്ചിട്ടല്ല, ഇവിടെ ടൈപ്പ് പറഞ്ഞിട്ടല്ല ഡിക്ലെയർ ചെയ്യുന്നത്. ഏത് ടൈപ്പുള്ള വേരിയബിൾ ആണെങ്കിലും അത് var എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. var എന്നുള്ള കീവേഡ് പോലും ഓപ്ഷണൽ ആണെന്ന് തോന്നുന്നു, അതില്ലാതെയും ചിലപ്പോൾ വർക്ക് ചെയ്യും. ഓക്കെ. അതുപോലെ വേർഷൻ അനുസരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ var എന്നുള്ള കീവേഡ് പറയുക,
ഇതാണ് വേരിയബിളിന്റെ പേര്, ലെങ്ത്. ഈ ലെങ്ത് എന്നുള്ളതാണ് വേരിയബിളിന്റെ പേര്. അത് ഈക്വൽ ടു 16. ഓക്കെ, അപ്പോൾ അത് എന്താണ്, എന്ത് ടൈപ്പായി, നമ്പർ ടൈപ്പായിട്ട് അത് മാറി ലെങ്ത്. ഇനി വേറൊരു വേരിയബിളോടെ ഡിക്ലെയർ ചെയ്ത് ലാസ്റ്റ് നെയിം ഈക്വൽ ടു ജോൺസൺ. സ്പോർട്സിനകത്ത് ജോൺസൺ കൊടുക്കുമ്പോൾ അത് സ്ട്രിങ് ആയിട്ട് മാറി. ഇവിടെ നോക്കി ഇത് ലെങ്ത്, ഇത് നമ്പർ വേരിയബിൾ ആണ്, ഇത് സ്ട്രിങ് വേരിയബിൾ ആണ്. പക്ഷെ രണ്ടിനും ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിച്ചത് വാർ എന്നുള്ള കീവേഡാണ്. ഇനി അടുത്ത മൂന്നാമത്തെ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ടൈപ്പാണ്. ഒബ്ജക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്. ഇപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റ് CPP പഠിച്ചു കാണും. റെക്ടാങ്കിൾ നോട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെന്താണ് രണ്ട് പ്രോപ്പർട്ടീസ്, ലെങ്ത്തും ബ്രെഡ്ത്തും. ലെങ്ത് ഈക്വൽ ടു ഇത്ര നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വേണം. ഓവൺ എന്നുള്ള ഒബ്ജക്റ്റിന്റെ ഓവൺ ഡോട്ട് ലെങ്ത് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് 10 ആയി. ഓവൺ ഡോട്ട് ബ്രെഡ്ത്ത് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 1ന്റെ ബ്രെഡ്ത്ത് 20 ആയി. അപ്പോൾ അതിന്റെ ഏരിയ കാണാനുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് 10 × 20 200 എന്നുള്ള ഏരിയ ഒക്കെ കിട്ടും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നിലധികം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ മെമ്പർ വേരിയബിൾസ് കാണും. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന് രണ്ട് മെമ്പർ വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. അതിൽ ഫസ്റ്റ് നെയിമിന്റെ വാല്യൂ ജോണ്, ലാസ്റ്റ് നെയിമിന്റെ വാല്യൂ ജോ. അത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നേരെ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി നെയിം കോളൻ വാല്യൂ. ഓക്കെ, ആ രീതിയിലാണ് അത് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് പഠിക്കുമ്പോൾ പഠിക്കും. ഇവിടെ ഡാറ്റ ടൈപ്സ് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊന്നും ഇനിയിപ്പോൾ എന്താ പറയേണ്ട ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഡാറ്റ ടൈപ്സ് എന്തിനാ പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇൻഡിജർ എന്നുള്ള ഡാറ്റ ടൈപ്പ് സിയിൽ പറയുന്നത് എന്തിനാണ്, ഇൻഡ് ആണെങ്കിൽ അതിനു വേണ്ടി 4 ബൈറ്റ് സേവ് ചെയ്ത് വെക്കണം, അല്ലെ, അലോട്ട് ചെയ്ത് കൊടുക്കണം. അത് കാണുമ്പോഴാണ് നമ്മുടെ കമ്പൈലർ ആ വേരിയബിളിന് വേണ്ടി 4 ബൈറ്റ് കൊടുക്കും. ഫ്ലോട്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ അതിനുവേണ്ടി 8 ബൈറ്റ് കൊടുക്കും. അതിൽ വരുന്ന ഓപ്പറേഷൻസും ഒക്കെ വ്യത്യാസമുണ്ട്. ക്യാരക്ടർ ആണെങ്കിൽ ഓപ്പറേഷൻ വ്യത്യാസമുണ്ട്, അല്ലേ. അപ്പോൾ ഈ ടൈപ്പ് പറയുന്നത് സാധാരണ അതിൽ വരാവുന്ന വാല്യൂസ് ഏതൊക്കെ വാല്യൂസ് ആണ് എന്നുള്ളത് കാണിക്കാനും അതിനുവേണ്ടി എത്ര സ്പേസ് വേണം, അതിൽ അലൗഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഈ 3 കാര്യങ്ങളാണ് ഒരു ടൈപ്പ് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കമ്പൈലറിന് അറിയിച്ചു കൊടുക്കുന്നത്. ഒന്ന് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻഡ് ആണോ ക്യാരക്ടർ ആണോ ഫ്ലോട്ട് ആണോ എന്താണ് അതിൻ്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇൻഡ് ആണെങ്കിൽ അതിനുവേണ്ടി 4 ബൈറ്റ്, ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ 8 ബൈറ്റ്. ഇനി ഓരോന്നില്ല, ഇൻഡിജർ ആണെങ്കിൽ അതിൽ അലൗഡ് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ട്, പ്ലസ് മൈനസ് സ്റ്റാർ, അല്ലേ. പക്ഷെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ അലൗഡ് ആയിട്ടുള്ള വേറെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ വരുന്ന ഡാറ്റ എന്താണ്, അതിനുവേണ്ടി എത്ര സ്പേസ് വേണം, അതിൽ വരാവുന്ന ഡാറ്റകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഫ്ലോട്ട് ആണെങ്കിൽ വരാവുന്ന ഡാറ്റ എന്തൊക്കെയാണ്. ഫ്ലോട്ട് ആണെങ്കിൽ എന്താണ് 1, 1.1, 1.2 അങ്ങനെ പോയിന്റ് ഇട്ടിട്ട് നമുക്ക് എത്ര ഇത് വേണമെങ്കിലും എഴുതാം, അല്ലേ, റേഞ്ച് പറയാം. പക്ഷേ ഇൻഡിജർ ആണെങ്കിലോ 1, 2, 3 നമുക്ക് അക്കൗണ്ടിങ് നമ്പേഴ്സ് പ്ലസ് ഓർ മൈനസ് നെഗറ്റീവും പോസിറ്റീവും വരാം, അങ്ങനെ പറയാം. അതേ വരുള്ളൂ, അതല്ലാതെ അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ 1നും 2നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ വരില്ല. ടൈപ്പ് പറയുന്നത് അതിനാണ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ വിത്തൗട്ട് ഡാറ്റ ടൈപ്സ് എ കമ്പ്യൂട്ടർ കാനോട്ട് സേഫ്ലി സോൾവ് ദിസ്. എന്താണ്, എന്ത് പ്രോബ്ലം ആണ്? ടു ബി ഏബിൾ ടു ഓപ്പറേറ്റ് ഓൺ വേരിയബിൾസിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ടൈപ്പ് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇവിടെ നോക്കി, വേരിയബിൾ എക്സ് ഈക്വൽ ടു 60 എന്ന് പറഞ്ഞൊരു നമ്പർ പ്ലസ് വോൾവോ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ്. ഇതൊക്കെ നമ്മൾ അന്ന് എക്സാമ്പിൾ നോക്കിയപ്പോൾ കണ്ടതാണ്, അല്ലേ. അപ്പോൾ അതിൽ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു, 16 വോൾവോ എന്നായിരിക്കും. നമ്മളന്ന് കണ്ടതാണ് 16 വോൾവോ. 16 വോൾവോ എന്നാണ് അതിൻ്റെ റിസൾട്ട് വരിക. അതായത് രണ്ടും സ്ട്രിങ് ആയി മാറി. എവിടെ വെച്ച് സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തുടങ്ങി രണ്ടും സ്ട്രിങ് ആയി മാറി. നമ്മൾ ഈ പറഞ്ഞ ഇതതിൽ കണ്ടതാണ് ഓൾറെഡി. നമ്മളത് പല വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് 3, 4 നമ്പേഴ്സ് ഇട്ട് ഒരെണ്ണം സ്ട്രിങ് ആക്കി അടുത്ത സ്ട്രിങ് ആക്കിയൊക്കെ നമ്മൾ നോക്കിയതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ ജാവാസ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ അത് എപ്പോഴും ഒരേ ടൈപ്പ് തന്നെ സ്റ്റോർ ചെയ്യണമെന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഡിക്ലെയർ ചെയ്തപ്പോൾ വേരിയബിൾ എക്സ് ഈക്വൽ ടു, ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ വരുന്നുണ്ട്. അതായത് നമ്മൾ അന്ന് ചെയ്തതുപോലെ 16 ഫ്രണ്ടിൽ വോൾവോ എന്ന് വെച്ചു, 16 + 4 കഴിഞ്ഞിട്ട് വോൾവോ എന്ന് വെക്കുമ്പോൾ എന്തായിരിക്കും വരിക? 20 വോൾവോ. അതാണ് ആൻസർ ഉണ്ട്, 20 വോൾവോ എന്നാണ് വരുന്നത്. ഓക്കെ, അതേസമയം ഇങ്ങനെയാണ് കൊടുത്തതെങ്കിലോ വോൾവോ പ്ലസ് 164 എന്നേ വരുള്ളൂ, 164. കാരണം ഇതെല്ലാം ഉടനെ സ്ട്രിങ് ആയി മാറി. പിന്നെ അത് ന്യൂമറിക്കലി ആഡ് ചെയ്യില്ല, സ്ട്രിങ് തമ്മിൽ ആഡ് ചെയ്യുന്ന പോലെ ചെയ്യും. അതുകൊണ്ടാണ് 16ഉം 4ഉം സ്ട്രിങ് ആയിട്ട് ആഡ് ചെയ്ത് വന്നത്. ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഇത് ജാവാസ്ക്രിപ്റ്റ് ടൈപ്സ് ആർ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇവിടെ വേരിയബിൾ എക്സ് വാല്യൂ ഒന്നും കൊടുത്തില്ല, എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആദ്യം ഇതിൽ എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഇപ്പം എന്താണ്, എക്സ് ഈസ് എ നമ്പർ. അത് കഴിഞ്ഞിട്ട് അതേ എക്സിലേക്ക് തന്നെ എക്സ് ഈക്വൽ ടു
ജോൺ എന്ന് കൊടുക്കും. അപ്പോൾ എന്തായി എക്സ് ഈസ് എ സ്ട്രിങ് ആയി മാറും. ഇപ്പം ഡൈനാമിക് ആണ് ഇതിലെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പം എന്ത് വാല്യൂ അസൈൻ ചെയ്യുന്നോ ആ ടൈപ്പായി അത് മാറുകയാണ്. ഡൈനാമിക്കലി ആ ടൈപ്പിലേക്ക് അത് മാറുകയാണ്. 5 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോൾ എക്സ് ഇൻറ്റിജർ വേരിയബിൾ അല്ലെങ്കിൽ നമ്പർ വേരിയബിളായി. അതിൽ നമുക്ക് സ്ട്രിങ് കൊടുത്തപ്പോൾ അതൊരു സ്ട്രിങ് വേരിയബിളായി. അപ്പോൾ ടൈപ്പ് ഡൈനാമിക് ആണ്. എപ്പോഴും അത് എന്താ പറയുക ഡിക്ലെയർ ചെയ്ത അതേപോലെ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ അതിൻ്റെ എക്സാമ്പിളൊക്കെ ഉണ്ട്. ഡോക്യുമെന്റ് ഡോട്ട്, ഇതൊന്നും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡെമോ, ഡെമോ എന്ന പേരുള്ള ഈ പാരഗ്രാഫിൽ ഇപ്പോൾ കണ്ടന്റ് ഒന്നും ഇല്ല. അവിടേക്ക് എന്തുകൊണ്ടിരുന്നത് ഇന്നർ HTML ഇക്വൽ ടു എക്സ്. എക്സിൽ എന്താണ് ഇപ്പോൾ വാല്യൂ? ജോൺ എന്നുള്ള സ്ട്രിങ് ആണ്. ആദ്യം എന്തായിരുന്നു? 5 ആയിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വന്നത് ജോൺ എന്നുള്ള സ്ട്രിങ് ആണ്. ഇത് നമ്മൾ മാറ്റി കൊടുത്താൽ അതിനനുസരിച്ച് നമുക്ക് വാരിയബിൾ എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കും. എക്സ് ഈക്വൽ ടു 10. അപ്പോൾ ഇനിഷ്യലി എന്താണ് 10? ഇനിഷ്യലൈസ് ചെയ്ത് തന്നെ 10 ആണ്. അതുകൊണ്ട് അത് ന്യൂമറിക് നമ്പർ വേരിയബിൾ ആയെന്ന് അതിന് അർത്ഥമില്ല. നമ്മളിവിടെ റൺ ചെയ്തു. ഇപ്പോഴും അതിൻ്റെ വാല്യൂ എന്താ വരുന്നത്? ജോൺ അല്ലേ? അപ്പോൾ ആദ്യം ഇനിഷ്യലി ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്പർ ആയിരുന്നു, പിന്നെ കൊടുത്തത് നമ്പറാണ്, അവസാനമായി കൊടുത്തത് സ്ട്രിങ് ആണ്. അപ്പോൾ ഇത് എന്തായി മാറി? അവസാനം അത് വരുന്നത് എന്താണ്? സ്ട്രിങ് തന്നെയാണ്. എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് ജോൺ. അവിടെ ഒരു എററും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൽ വേരിയബിൾസ് യൂസ് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റിൽ സ്ട്രിങ് എന്ന് പറഞ്ഞ ടൈപ്പ് എന്താണെന്നാണ് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ സ്ട്രിങ്സ് ആർ സീരീസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ അതിൽ ഡീറ്റെയിൽ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഡബിൾ കോട്ട്സ് ഉപയോഗിച്ചും നമുക്ക് സ്ട്രിങ്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. സിംഗിൾ കോട്ട് ഉപയോഗിച്ചും സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാം. അത് ജാവാസ്ക്രിപ്റ്റിൽ ശ്രദ്ധിക്കുക. 2 രീതിയിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രിങ്ങിൻ്റെ അകത്ത് ഒരു കോഡ്സ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. ഹീ ഈസ് കോൾഡ് ജോണി എന്നുള്ളതിൻ്റെ പുറത്ത് നമുക്ക് സിംഗിൾ കോട്ട്സ് എക്സ് വരണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുക്കും. അതിൻ്റെ അകത്ത് കാണിക്കേണ്ടത് സിംഗിൾ കോട്ട് അങ്ങനെ കൊടുക്കും. ഇതല്ലാതെ ഇതും ഡബിൾ കോട്ട്സ് കൊടുത്താൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഹീ ഈസ് കോൾഡ് എന്നുള്ളത് ഒരു സ്ട്രിങ് ആയി മാറും. ബാക്കിയുള്ളത് അതിന് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ എറർ വരും. ഇല്ല, ഇതിൻ്റെ ക്ലോസിംഗ് കോട്ടാണെന്ന് വിചാരിക്കും രണ്ടാമത് നമ്മളിവിടെ കൊടുക്കുന്ന ഡബിൾ കോട്ട്സ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള ആവശ്യം വരുമ്പോൾ നമ്മൾ ഔട്ട്സൈഡിൽ ഡബിൾ കോട്ടാണ് കൊടുത്തെങ്കിൽ ഇന്നറിൽ സ്ട്രിങ്ങിൻ്റെ ആ പാർട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യം സിംഗിൾ കോട്ടിൽ കൊടുക്കും. അതുപോലെ നേരെ തിരിച്ചു ഇവിടെ നമ്മൾ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സിംഗിൾ കോട്ട് കൊടുക്കും. ഇവിടെ സിംഗിൾ കോട്ട് തുടങ്ങി സിംഗിൾ കോട്ടിൽ അവസാനിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡബിൾ കോട്ട്സിൽ ജോണിന്ന്. ഇത് ഔട്ട്പുട്ട് നോക്കിയതാ സിംഗിൾ കോട്ടിൽ ജോണി, ഡബിൾ കോട്ടിൽ ജോണി. സ്ട്രിങ് തന്നെയാണ്. ആ കോട്ടടക്കം സ്ട്രിങ് ആയിട്ട് എടുത്തു. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രിങ്ങിനെ നമുക്ക് ഏത് രീതിയിലും സിംഗിൾ കോട്ട് കൊടുത്തോ ഡബിൾ കോട്ട് കൊടുത്തോ എഴുതാം. അപ്പം അതിനകത്ത് നമുക്ക് വേറെ സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ കൊടുക്കണമെങ്കിൽ പുറത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് കോഡ്സ് എന്താണോ അത് ഡബിൾ കോട്ടാണെങ്കിൽ ഉള്ളിൽ നമ്മൾ സിംഗിൾ കോട്ട് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഓപ്പണിംഗ് കോട്ട് ക്ലോസ് ചെയ്ത മാതിരി തോന്നുമായിരുന്നു. നമ്മൾ ഇവിടെയും ഡബിൾ കോട്ട് ഉപയോഗിച്ചു, ഇവിടെയും ഡബിൾ കോട്ട് ഉപയോഗിച്ചാൽ ഹീസ് കോൾഡ് എന്ന് മാത്രമായിട്ടൊരു സ്ട്രിങ് അവിടെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാവില്ല. ജോണി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ജാവാസ്ക്രിപ്റ്റ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇൻറ്റിജർ, ഫ്ലോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. JavaScript has only one type of numbers. Numbers can be with or without decimal. Numbers with decimal ആവാം, without decimal എന്ന് നമ്മൾ പറയുന്നത് ഇൻറ്റിജർ. വിത്ത് ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം. ഇതിൽ അങ്ങനെയൊന്നും ഇല്ല. ഇതിൽ വേരിയബിൾ x1 34.00 എന്ന് പറഞ്ഞാൽ അത് വിത്ത് ഡെസിമലാണ്. വെറുതെ 34 എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഡെസിമലാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈപ്പിലേക്ക് മാറുകയാണ്. പിന്നെ വലിയ നമ്പേഴ്സ് നമുക്കിപ്പോൾ ഒരുപാട് സീറോ എഴുതുന്ന വേറെ രീതിയുണ്ട്, എക്സ്പൊണൻഷ്യൽ ഫോം. ഇവിടെ നോക്കിയാൽ ആ രീതിയിൽ നമുക്ക് നോക്കാം. 123 E5 എന്ന് എഴുതിയാൽ അർത്ഥം 123 × 10⁵. 123 × 10⁵ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 5 പൂജ്യം അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത പോലെ അല്ലേ? 10⁵ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ എന്താണ്? അതുകൊണ്ട് 123 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 10⁻² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 വെച്ച് 123 മൾട്ടിപ്ലൈ ചെയ്താൽ 123 00 എന്ന് വരും അല്ലേ?
10² ഈ 2 നമ്മൾ എഴുതിയാൽ ആ 2 രണ്ട് 0 ചേർത്താൽ പോലെ. അപ്പോൾ ഇവിടെ ആൻസർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 123യുടെ കൂടെ 5 0 ഇങ്ങനെയുണ്ട്. -5 ആണ് കൊടുക്കണമെങ്കിൽ 123 × 10⁻⁻5. 10⁻⁻5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/10⁵ ആണ് 10⁻⁵ എന്ന് പറഞ്ഞാൽ. അതായത് 123യെ 10⁵ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 10⁵ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ? 5 പൊസിഷൻ ലെഫ്റ്റിലേക്ക് മാറ്റി അതിന്റെ പോയിന്റ് ഇടണം. കണ്ട 5 പൊസിഷൻ മാറ്റാൻ 123 കഴിഞ്ഞ് 2 0 കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ പോയിന്റ്. അപ്പൊ ഈ രീതിയിലും എഴുതാം. വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെയാണ് എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് എഴുതാറ്. അത് നിങ്ങൾ മറ്റ് ഇതിൽ കണ്ടു കാണും. അപ്പൊ അത് ഇവിടെയും അലൗഡാണ്. നേരെ നമുക്ക് വേരിയബിൾ y = x z = അത് ഈ വെച്ചിട്ട് എഴുതാം നമ്പേഴ്സ്. അടുത്തൊരു ജാവാസ്ക്രിപ്റ്റിന്റെ ടൈപ്പാണ് ബൂളിയൻ. ബൂളിയൻ ടൈപ്പ്. അതായത് ബൂളിയൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് ബൂളിയൻ വേരിയബിൾസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു x എന്ന് പറഞ്ഞ വേരിയബിൾ 5, y = 5, z = 6. ഇവിടെ x = 5 എന്നിങ്ങനെ എഴുതിയാൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? x = y. y എന്ന് എഴുതിയാൽ എന്താണ്? അത് ട്രൂ ആണ് അല്ലേ? എക്സിന്റെ വാല്യൂ 5 ആണ്, വൈന്റെ വാല്യൂ 5. അപ്പൊ അത് ട്രൂ റിട്ടേൺ ചെയ്യും. ഇനി x = z എന്ന് പറഞ്ഞാലോ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അത് ഫോൾസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ document.getElementById demo.innerEdge. ഡെമോ എന്ന് പറഞ്ഞ പാരഗ്രാഫിന്റെ കണ്ടന്റ് ആയിട്ട് എന്താ വരുത്തുന്നത്? x = y പ്ലസ് ബ്രേക്ക് പ്ലസ് x = z. ആ br അവിടെ ഇട്ടത് കൊണ്ട് എന്ത് പറ്റി? ഇവിടെ ട്രൂ എന്നുള്ളത് x = y എന്നുള്ളത് എന്താണ്? ട്രൂ. x = z എന്നുള്ളത് ഫോൾസ്. ഇത് രണ്ടിനും ഇടയിൽ ഒരു ബ്രേക്ക് വന്നുകൊണ്ട് ഇത് അടുത്ത ലൈനിലേക്ക് പോയി. ഈ br ഇല്ലാതെ നമ്മൾ സ്പേസ് ആണ് ഇവിടെ കൊടുത്തതെങ്കിൽ റൺ ചെയ്യുമ്പോൾ രണ്ടും ഒറ്റ ലൈനിൽ വന്നത്. അതായത് ഈ പാരഗ്രാഫാണ്. ഈ പാരഗ്രാഫിന്റെ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു br കൂടി റൈറ്റ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കേണ്ടത്. നമ്മൾ ശരിക്കും HTML കോഡിനകത്താണല്ലോ നിൽക്കുന്നത്. HTML കോഡിനകത്തേക്ക് നമുക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, അത് HTML ടാഗുകൾ വെക്കേണ്ടി വരും നമുക്ക്. അടുത്ത ലൈനിലേക്ക് പോകണമെങ്കിൽ അത് നമ്മൾ വെറുതെ സീനോ സിപ്പിലൊക്കെ ചെയ്യുന്ന പോലെ /n അല്ലെങ്കിൽ അതുപോലുള്ള ന്യൂ ലൈൻ വെറുതെ അടുത്ത ലൈനിൽ നമ്മൾ അങ്ങനെ ആക്കി ഇതിൽ ഡിസ്പ്ലേയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരില്ല. br തന്നെ കൊടുക്കണം. ഓക്കെ. എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ലൈനിലേക്ക് ആക്കിയിട്ട് എടുക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാലൊന്നും അടുത്ത ലൈനിലേക്ക് പോകില്ല. br തന്നെ കൊടുക്കണം. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. വെറുതെ സ്പേസ് കൊടുത്താൽ ഇങ്ങനെ വരും. ഇതൊന്നും കൊടുത്തില്ലെങ്കിലോ? ഒന്നും കൊടുത്തില്ലെങ്കിൽ പ്ലസ്. ഇവിടെ നമ്മൾ സ്പേസ് ഒക്കെ ഇട്ടാണ് അടിച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് കാര്യം? ഇവിടെ എന്താ സംഭവിച്ചത്? ന്യൂമറിക്കൽ അഡീഷൻ ആയി മാറി. അവിടെ ഇടയിൽ ഒരു സ്ട്രിങ് ഇല്ല. സ്ട്രിങ് ഇല്ലാതെ വന്നാൽ അർത്ഥം x = y യുടെ വാല്യൂ ട്രൂ ആയതുകൊണ്ട് അതിന്റെ വാല്യൂ 1ഉം x = z എന്നുള്ളത് ഫോൾസ് ആയതുകൊണ്ട് അതിന്റെ വാല്യൂ 0. 1 + 0 എന്താ ആഡ് ചെയ്തു? 1. അതാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വന്നത്. പക്ഷെ ഇടയിൽ നമ്മളൊരു സ്ട്രിങ് കൊടുത്താൽ സ്പേസ് ഒന്നും ഇടാതെ ഞാൻ സ്ട്രിങ് കൊടുക്കുക. ട്രൂ ഫോൾസ് എന്ന് ഒരു സ്പേസും ഇല്ലാതെ അവിടെ വന്നു. അപ്പൊ ഇതെല്ലാം എഴുതുന്നത് എങ്ങോട്ടാണ്? ഇന്നർ HTML. എന്തിന്റെ ഇന്നർ HTML? document.getElementById ഡെമോ. ഈ ഡോക്യുമെന്റിലെ ഡെമോ എന്ന് പറഞ്ഞ ഐഡിയ ഉള്ള എലമെന്റിനെ ഗെറ്റ് ചെയ്തിട്ട് അതിന്റെ ഇന്നർ HTML-ലേക്ക് എന്താണ് ഇന്നർ HTML എന്ന് പറഞ്ഞാൽ ഇവിടെ വരേണ്ട കണ്ടന്റ്, പീക്കും /p ഇടയിൽ വരുന്ന കണ്ടന്റ് അതെന്താക്കി മാറ്റി? ഈ വാല്യൂ. വെറുതെ x = y എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്, x = z എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. അതായത് എക്സിന്റെ സെറ്റിന്റെ വാല്യൂ നോക്കിയിട്ട് ആണ് അത് പറയുന്നത്. എക്സും വൈയും ഈക്വൽ ആയതുകൊണ്ട് ട്രൂ വരും, എക്സും z ഈക്വൽ അല്ലാത്ത കൊണ്ട് ഫോൾസ് വരും. ഈക്വൽ എന്ന് എഴുതിയാൽ ഫോൾസ് വരും. അത് നമ്മൾ സ്ട്രിങ് അഡീഷൻ ചെയ്തപ്പോൾ ട്രൂന്നും ഫോൾസ് എന്നുള്ള വാല്യൂസ് ആ സ്ട്രിങ് അവിടെ ഡിസ്പ്ലേയിൽ വന്നു. അത് അരിത്തമെറ്റിക് അഡീഷൻ ആക്കിയപ്പോൾ, അതായത് ഒരു സ്ട്രിങ് കണ്ടന്റ് ഇവിടെ ഇല്ലാതെ വെറുതെ പ്ലസ് ചെയ്തപ്പോൾ രണ്ടിന്റെയും ഇന്റേണൽ വാല്യൂ, ട്രൂ എന്ന് പറഞ്ഞാൽ അതിനൊരു ഇന്റേണൽ വാല്യൂ ഉണ്ട്, എത്രയാണ്? 1 ആണ്. ഫോൾസിന്റെ ഇന്റേണൽ വാല്യൂ 0 ആണ്. അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് 1 എന്ന് അവിടെ കാണിച്ച് നമ്മളത് കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് കൂടെ ഉണ്ട് ബൂളിയൻ. നമുക്കത് വെറുതെ z അല്ലെങ്കിൽ p = എന്ന് പറഞ്ഞിട്ട് x = y എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കാം. അപ്പൊ പിയിലേക്ക് വരുന്നത് x = അതാണ് കമ്പാരിസൺ. x = y, p x = y എന്ന് പറഞ്ഞാൽ പിയിലേക്ക് വരുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്നുള്ള വാല്യൂ, p ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ ട്രൂ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് കൂടി ജാവാസ്ക്രിപ്റ്റിൽ ഉണ്ടെന്ന് പറയുകയാണ്. ട്രൂവും ഫോൾസ് മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ബാക്കി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളതുപോലെ
ബൂളിയൻ എന്ന് പറഞ്ഞൊരു ടൈപ്പ്. പക്ഷെ അത് ടൈപ്പ് ഒന്നും ഇവിടെ പറയണ്ട, വേറെന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുക. അതിലേക്ക് എന്ത് സ്റ്റോർ ചെയ്യുന്നോ ആ ടൈപ്പായി അത് മാറണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന എളുപ്പമുള്ള കാര്യം. സ്ട്രിങ്ങും നമ്പേഴ്സ് ഒറ്റ ടൈപ്പേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഫ്ലോട്ട് ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ ഇൻറ്റ് ഫ്ലോട്ട് എന്നൊന്നുമില്ല, ഡബിൾ എന്നൊന്നുമില്ല. സ്ട്രിങ് സാധാരണ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് ബൂളിയൻ, നമ്മൾ പറഞ്ഞു ട്രൂവും ഫോൾസും വരുന്നത്. ഇനി അരേസ് ആണ്. അരേസ് എന്താണെന്ന് അറിയാലോ. എന്താണ് അരേസ്? അരേസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് വാല്യൂസ് അല്ലേ, കളക്ഷൻ ഓഫ് വാല്യൂസ് ഓഫ് സെയിം ടൈപ്പ്. അതാണ് നമ്മൾ സാധാരണ അരേ എന്ന് പറയുന്നത്. ഒരേ ടൈപ്പിലുള്ള വാല്യൂസിന്റെ ഒരു കളക്ഷൻ വിത്ത് എ കോമൺ നെയിം ആക്സസ്ഡ് ബൈ യൂസിങ് ഇൻഡെക്സ് അല്ലേ. എ എന്ന് പറഞ്ഞ ഒരു അറേയിൽ 5ാമത്തെ എലമെന്റ് ആക്സസ് ചെയ്യാൻ നമ്മൾ സാധാരണ എ ഓഫ് 4, ആ 4 എന്ന് പറയുന്നതാണ് ഇൻഡെക്സ്. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. എത്ര 10 ഉണ്ടെങ്കിൽ 0 തുടങ്ങി 9 വരെ ആയിരിക്കും ഇൻഡെക്സ്. ഇതൊക്കെ നമ്മൾ CPP ജാവയിലൊക്കെ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. പക്ഷെ അറേ ഡിക്ലെയർ ചെയ്യുന്ന രീതി നോക്കാം. ഇതാണ് ഒരു അറേ. വേറൊന്നും തന്നെയാണ് യൂസ് ചെയ്യുക. അറേക്ക് ഒരു പേര് കൊടുത്തു, ടൈപ്പോ കാര്യങ്ങളൊന്നും പറയുന്നത്, പേര് കൊടുത്തു, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് അറേയിൽ വരുന്ന വാല്യൂസ്. ഇതിൽ കാസ് എന്ന പേരിൽ ഒരു അറേ വന്നു. അതിൽ 0th അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കാർസ് ഓഫ് 0. അതെന്തായിരിക്കും? സാബ് എന്നായിരിക്കും. കാർസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ വോൾവോ എന്നായിരിക്കും. കാർസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ BMW എന്നായിരിക്കും. ഇവിടെ ഒരു പാരഗ്രാഫ് വെച്ച് മറ്റൊരു പാരഗ്രാഫ് ID ഡെമോ ആണ് സ്ക്രിപ്റ്റിൻ്റെ അകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നത്. വാർ കാസ് ഈക്വൽ ടു ഒരു അറേ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഡെമോ ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു കാസ് ഓഫ് 0. ഈ പാരഗ്രാഫിന്റെ ഇന്നർ HTML-ലേക്ക് കൊണ്ടുവന്നത് കാസ് ഓഫ് 0. കാസിൻ്റെ അകത്ത് 0 എന്ന് പറഞ്ഞാൽ ഇത് സാബ്. ഞാൻ അതിന് പകരം 2 ആണ് ഉപയോഗിച്ചെങ്കിൽ ഏത് വരും? 2 ആണ് ഉപയോഗിച്ചെങ്കിൽ BMW സെക്കൻഡ് അല്ല, 0, 1, 2 3 എലമെന്റ്സ് ഉണ്ടെങ്കിലും അതിന്റെ ഇൻഡെക്സ് വരുന്നത് നിങ്ങൾക്കറിയാം 0 തുടങ്ങി 2 വരെയാണ്. അപ്പോൾ BMW എന്ന് അവിടെ സാധാരണ അറേ പോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം സ്ട്രിങ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മൂന്നാമത്തത് എനിക്കൊരു നമ്പർ കൊടുക്കാം. ഞാനിവിടെ 26 എന്നൊരു നമ്പർ കൊടുക്കും. റൺ ചെയ്താൽ ഇവിടെ വരുന്നത് കാസ് ഓഫ് 2 എന്ന് പറഞ്ഞ് വരുന്നത് എന്താണ്? 26. എല്ലാം സ്ട്രിങ് ആവണമെന്നില്ല, എല്ലാം നമ്പർ ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ അറേസ് CPP-യിലും ജാവയിലൊക്കെ പഠിച്ചാൽ എന്താണ്? ഒരേപോലെ തന്നെ വരണം. ഒരു അറേയുടെ എലമെന്റ്സ് എല്ലാം ഓഫ് സെയിം ടൈപ്പ് എന്ന് നമ്മൾ അതിന്റെ ഡെഫിനിഷനിൽ തന്നെ പറയും. കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് കോൾഡ് ബൈ എ കോമൺ നെയിം അലോങ് വിത്ത് സബ്സ്ക്രിപ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ അത് പഠിക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഒരേ ടൈപ്പ് ഒന്നുമല്ല, പക്ഷെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഇവിടെ പഠിക്കുക. വേരിയബിൾ എന്നുള്ള വേറെന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, ഒരു അറേ നെയിം കൊടുക്കുക, ഈക്വൽ ടു എന്നുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് എന്തൊക്കെ വാല്യൂസ് ആണ് അതൊക്കെ സെപ്പറേറ്റ്. സ്ട്രിങ് ആണെങ്കിൽ കോഡ്സ് ഉപയോഗിക്കണമെന്ന് മാത്രം. കോമ ഇട്ടിട്ട് അടുത്തത്, സ്ട്രിങ് ആണെങ്കിൽ കോഡ്സ് ഉപയോഗിക്കുക, അടുത്തത് നമ്പർ ആണെങ്കിൽ അത് നമ്പർ എഴുതുക. ആ രീതിയിൽ അത് എത്ര വേണമെങ്കിലും എഴുതാം. ഇവിടെ ഞാൻ 2 വരെയല്ലേ ഉള്ളൂ ഐറ്റം, ഞാൻ 3 എന്ന് കൊടുത്തു. 3 ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറയുകയാണ് ഇന്നർ HTML ആയിട്ട്. എന്താ സംഭവിക്കുന്നത്? അൺഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു എലമെന്റ് കാർസ് എന്ന് പറഞ്ഞ അറേയിൽ 3 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ ഒരു എലമെന്റ് ഇല്ല. ഇല്ലാത്ത എലമെന്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞത്. അങ്ങനെ അതാണ് അതിന്റെ വാല്യൂ, അതാണ് അൺഡിഫൈൻഡ്. അതാണ് അവിടെ ആ പാരഗ്രാഫിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അതാണ്. ഓക്കെ, അറേസ് ഡിക്ലെയർ ചെയ്യുന്നത് പഠിക്കുക. സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം, അത് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് വലിയ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഈ രീതിയിൽ അറേ ഇൻഡെക്സസ് ആർ 0 ബേസ്ഡ് എന്ന് പറഞ്ഞാൽ മീൻസ് ഫസ്റ്റ് ഐറ്റം 0 ആണ്, സെക്കൻഡ് ഐറ്റം 1. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അറേ ഡിക്ലെയർ ചെയ്യുന്നത് ടൈപ്പ് ഒന്നും പറയുന്നില്ല, അറേ നെയിം പറയും, ഈക്വൽ ടു പറയും, സ്ക്വയർ ബ്രാക്കറ്റ് അകത്ത് വാല്യൂസ് സെപ്പറേറ്റഡ് ബൈ കോമ. ഇത്രയും അറിയാം. ഈ വാല്യൂസ് എന്തും ആവാം. ഒരു അറേയുടെ അകത്ത് തന്നെ പല ടൈപ്പുള്ള വാല്യൂസ് വരാം. സ്ട്രിങ്ങും നമ്പറും ഒക്കെ കോമയിട്ട് നമുക്ക് എഴുതാം. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അടുത്തത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുന്നതുകൊണ്ട് എല്ലാ ടൈപ്പും ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് വരുന്നുണ്ട്, ഫങ്ഷൻസ് വരുന്നുണ്ട്, അങ്ങനെ അറേസ് എന്നുകൊണ്ട് താഴെ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ആ സെക്ഷൻ എടുത്ത് പോയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കും. ഓക്കെ, പിന്നെ ഞാനും ക്ലാസ്സിൽ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിലെ ഉപയോഗിക്കുന്ന ഭാഗം
ഒബ്ജക്റ്റിന് ആവശ്യമായ കാര്യങ്ങൾ ഇതിൽ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതല്ലാതെ സെപ്പറേറ്റ് ഇത് പറയാൻ വേണ്ടി കുറേ സമയം കളയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ ഏത് സമയത്ത് അത് അപ്ലൈ ചെയ്യുന്നോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പഠിച്ചു പോയാൽ പ്രോഗ്രാമിംഗും ഒപ്പം നടന്നു പോകും, ലാബും നടന്നു പോകും. നമുക്ക് സിലബസും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സിലബസും കവർ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം JavaScript objects are written by curly braces. ഈ പറഞ്ഞ ഫ്ലവർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ കേളി ബ്രേസസ് വെച്ചിട്ടാണ് ഇത് എഴുതുന്നത്. ഒബ്ജക്ട്സ് ആർ റിട്ടൺ ആസ് നെയിം കോളൻ വാല്യൂ പെയേഴ്സ്. ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ്, ഒബ്ജക്ട്സ് അല്ല, ഒബ്ജക്ട്സ് പ്രോപ്പർട്ടീസ് ആർ റിട്ടൺ ആസ് നെയിം കോളൻ വാല്യൂ പെയേഴ്സ്. അങ്ങനെ ഒരു നെയിം കോളൻ പിന്നെ അതിന്റെ വാല്യൂ, അതൊരു പെയർ കോമൺ അടുത്ത നെയിം കോളൻ എന്ന് പ്രോപ്പർട്ടി നെയിം കേട്ടോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനകത്ത് പല പ്രോപ്പർട്ടി ഉണ്ടാവും. നമ്മൾ CPP പഠിക്കുന്നതാണ് അല്ലെ, ജാവയിലൊക്കെ പഠിക്കുന്നതാണ്. ഒരു ക്ലാസ്സിന് ഒരു പേര് കൊടുത്ത് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ലെങ്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കാണും, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കാണും. ഇൻഡ് ലെങ്ത്, ഇൻഡ് ബ്രെഡ്ത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും അല്ലേ. അതിൻ്റെ താഴെ ഗെറ്റ് ഡാറ്റ, ഡിസ്പ്ലേ ഡാറ്റ, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞ ഫങ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫങ്ഷൻസ് വെക്കാം. തൽക്കാലം ഫങ്ഷൻസിൻ്റെ കാര്യം പറയുന്നില്ല. വാല്യൂസ്, പ്രോപ്പർട്ടിയും അതിൻ്റെ വാല്യൂ മാത്രം സ്റ്റോർ ചെയ്യുന്ന കാര്യം ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും വാർന്നുള്ള കീവേഡ് ഇത് തന്നെയാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അത് തന്നെയാണ്. ഒബ്ജക്റ്റിന്റെ പേര് പേഴ്സൺ. ഫ്ലവർ അരയിൽ നിന്നുള്ള വ്യത്യാസം നോക്കുക, ഫ്ലവർ ബ്രാക്കറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പേഴ്സൺ. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാണ് ആദ്യത്തെ പ്രോപ്പർട്ടി, അതിന്റെ വാല്യൂ ജോൺ. ലാസ്റ്റ് നെയിം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, അതിന്റെ വാല്യൂ ഡോ. ഏജ് എന്നുള്ളതാണ് മൂന്നാമത്തത്, അതിന്റെ വാല്യൂ 50. ഐ കളർ എന്നുള്ളതാണ് അതിന്റെ വാല്യൂ ബ്ലൂ, അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റിനകത്തുള്ള ഓരോ എലമെന്റ്സ് എങ്ങനെ ആക്സസ് ചെയ്യാം? നമ്മൾ അറയുടെ കേസിൽ നമ്മൾ കണ്ടു, അറേ നെയിം ബ്രാക്കറ്റിനകത്ത് അതിന്റെ ഇൻഡെക്സ് 0, 1, 2, 3 എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂസ് കിട്ടും. ഇവിടെ ഇൻഡെക്സ് അല്ല, പകരം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊരു പ്രോപ്പർട്ടി നെയിമുകളുണ്ട് അല്ലെ, അത് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യാം. രണ്ട് രീതിയിൽ ആക്സസ് ചെയ്യാം. അറേ പോലെ ആക്സസ് ചെയ്യാം. അതായത് പേഴ്സൺ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് നെയിം, പേഴ്സൺ ഓഫ് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ജോൺ എന്നുള്ള വാല്യൂ കിട്ടും. പേഴ്സൺ ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ 50 എന്നുള്ള വാല്യൂ കിട്ടും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പേഴ്സൺ ഡോട്ട്, നമ്മൾ സാധാരണ CPP-യിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒബ്ജക്ട് നെയിം ഡോട്ട് പ്രോപ്പർട്ടി നെയിം അല്ലെ, മെമ്പർ നെയിം. ഒബ്ജക്ട് നെയിം ഡോട്ട് അതിലെ മെമ്പർ നെയിം. പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് ഉപയോഗിച്ചാൽ ജോൺ കിട്ടും. പേഴ്സൺ ഡോട്ട് ഏജ് എന്ന് ഉപയോഗിച്ചാൽ 50 കിട്ടും. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഹെഡിങ്, ഈ പാരഗ്രാഫ് empty ആയിട്ട് വെച്ച് നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. ഡെമോ എന്ന് അതിന് ID കൊടുക്കും. ഇനി സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, വേരിയബിൾ വാർ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് നെയിം കോളൻ ജോൺ, ലാസ്റ്റ് നെയിം ഫ്ലവർ ബ്രാക്കറ്റ് ആണെന്നുള്ളത് നോക്കുക, ഫ്ലവർ ബ്രാക്കറ്റിലാണ് അവസാനിക്കുന്നതും സെമി കോളൻ. ഫസ്റ്റ് നെയിം കോളൻ ജോൺ, കോമ ഇട്ടിട്ട് അടുത്ത വാല്യൂ, ലാസ്റ്റ് നെയിം കോളൻ ഡോ, കോമ ഇട്ടിട്ട് അടുത്ത വാല്യൂ ഏജ്, കോമ ഇട്ട് അടുത്തത്. ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട അതേ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഡെമോ ഡോട്ട് ഇന്നർ HTML. ഈ പാരഗ്രാഫിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ്? പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം, ഒബ്ജക്ട് നെയിം ഡോട്ട് അതിന്റെ മെമ്പർ നെയിം. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ജോൺ വരണം, ജോൺ എന്നുള്ള വാല്യൂ ഇവിടെ വരണം. ഈസ്, ജോൺ ഈസ്. പേഴ്സൺ ഡോട്ട് ഏജ്, ഏജ് എത്രയാണ്? 50. ജോൺ ഈസ് 50 ഇയേഴ്സ് ഓൾഡ് എന്നിവിടെ ഡിസ്പ്ലേ ആ പാരഗ്രാഫിന്റെ കണ്ടന്റ് ആയിട്ട് വരണം. എല്ലാം കൂടെ ആഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഈ സ്ട്രിങ് നമ്മൾ ആഡ് ചെയ്താൽ എന്താ? സ്ട്രിങ് കോൺകാറ്റിനേഷൻ അല്ലേ, അത് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ജോൺ ഈസ് 50 ഇയേഴ്സ് ഓൾഡ്. ഇതിൽ ജോൺ എന്നുള്ളത് എവിടെ നിന്ന് കിട്ടി? പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് വിളിച്ചപ്പോൾ കിട്ടി. 50 എന്നുള്ളത് പേഴ്സൺ ഡോട്ട് ഏജ് എന്ന് വിളിച്ചപ്പോൾ കിട്ടി. അതിൽ പേഴ്സൺ എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ പേരും, ഈ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ഏജ്, ഐ കളർ, ലാസ്റ്റ് നെയിം എന്നൊക്കെ ഉള്ളത് എന്താണ്? അതിന്റെ വരുന്ന പ്രോപ്പർട്ടി നെയിം. അതിലുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫ്ലവർ ബ്രാക്കറ്റ് ഇട്ടിട്ട് പ്രോപ്പർട്ടി നെയിം കോളൻ വാല്യൂ നെയിം ഇട്ട് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് മറ്റു രീതിയിൽ എങ്ങനെയാണ്? ഈ ഡോട്ടിന് പകരം സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് സ്ട്രിങ്, എന്നിട്ട് ഞാൻ ഇത് മാത്രം ചേഞ്ച് ചെയ്യുകയാണ്, പേഴ്സൺ ഫസ്റ്റ് നെയിം. ഇപ്പോഴെന്താണ് ഔട്ട്പുട്ടിൽ വ്യത്യാസമൊന്നുമില്ല അല്ലേ, ജോൺ തന്നെ വന്നു. ഇനി ഫസ്റ്റ് നെയിമിന് പകരം ഞാൻ ഔട്ട്പുട്ട് വ്യത്യാസം കാണിക്കാൻ വേണ്ടി ലാസ്റ്റ് നെയിം ജോൺ എന്നുള്ളത് മാറ്റി ഡോ എന്നായി മാറി. ഇവിടെ നോക്കാം, ഇവിടെ
ഡോ എന്നാണ് സമയം. ഇവിടെ ഇത് ആക്സസ് ചെയ്തത് എങ്ങനെയാണ്? പേഴ്സൺ അറേ ആക്സസ് ചെയ്യുന്ന പോലെ ഇൻഡെക്സിൽ നമ്പറിന് പകരം എന്ത് ഉപയോഗിച്ചു? ആ പ്രോപ്പർട്ടിയുടെ പേര്, ആ മെമ്പറിന്റെ പേര് സ്ട്രിങ് ആയിട്ട് ഉപയോഗിച്ചു. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഒബ്ജക്റ്റും അറേയും തമ്മിൽ ജാവാസ്ക്രിപ്റ്റിലെ മെയിൻ ഒരു ഡിഫറൻസ്. ഇതാണ് അറേസിൽ എപ്പോഴും ഇൻഡെക്സ് വരുന്നത് നമ്പേഴ്സ് ആയിരിക്കും, 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ഒബ്ജക്റ്റിൽ ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രിങ് ആണ്, അതായത് ആ പ്രോപ്പർട്ടി നെയിമാണ്, ഓരോ മെമ്പറിന്റെ ആ നെയിമാണ്. അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ ഒബ്ജക്റ്റിൽ ഈ മെത്തേഡിലും ആക്സസ് ചെയ്യാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒബ്ജക്ട് നെയിം ഡോട്ട് പ്രോപ്പർട്ടി നെയിം പേഴ്സൺ ഡോട്ട് ഏജ് അങ്ങനെയും ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഏജ് എന്നുള്ള കോഴ്സിൽ കൊടുത്താൽ അങ്ങനെയും ആക്സസ് ചെയ്യാം. ഈ രണ്ട് രീതിയിലും ആക്സസിങ് പോസിബിൾ ആണ്. അതാ അറേയും ഒബ്ജക്റ്റും നമ്മളെ വ്യത്യാസം അവിടെ ഓർത്തിരിക്കുക. ആ ഡീറ്റെയിൽ ആയിട്ട് അറേസ് ഒബ്ജക്റ്റിനുള്ള സെക്ഷനിൽ പോകുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ടാവും. ഇനി ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ. ടൈപ്പ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ CPP ചിലപ്പോൾ കണ്ടു കാണും. ടൈപ്പ് ഓഫ് ഒരു ഇൻറ്റിജർ വേരിയബിളിൽ പേര് കൊടുത്താൽ ഇൻറ്റ് എന്നുള്ള വാല്യൂ നമുക്ക്, അല്ലെങ്കിൽ സൈസ് ഓഫ് എന്നൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? സൈസ് ഓഫ് ഒരു ഇൻറ്റിജർ വേരിയബിൾ കൊടുത്തിട്ട് സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് 4 എന്നുള്ള വാല്യൂ, 4 ബൈറ്റ് എന്നുള്ളത് റിട്ടേൺ കിട്ടും. ഇത് അതുപോലുള്ള ഒരു ഓപ്പറേറ്ററാണ് ടൈപ്പ് ഓഫ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ജോൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ കിട്ടുന്നത് സ്ട്രിങ് ആയിരിക്കും. ഇതെല്ലാം സ്ട്രിങ് റിട്ടേൺ ചെയ്യും. അതേസമയം ടൈപ്പ് ഓഫ് 0, ടൈപ്പ് ഓഫ് 314, ടൈപ്പ് ഓഫ് 3.14 പോയിന്റ് ഇട്ടാലും ഇല്ലെങ്കിലൊക്കെ കിട്ടുന്നത് എന്താണ്? എല്ലാം നമ്പറാണ്. ടൈപ്പ് ഓഫ് 3 ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താലും ഇല്ലെങ്കിലും ടൈപ്പ് ഓഫ് 3+4 എന്തായാലും നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. എല്ലാം നമ്പറിന് കിട്ടും. ഇവിടെ ഞാൻ 3+4ൽ 4നെ ഒന്ന് ഫോഴ്സ് ആക്കി കൊടുത്ത് നോക്കാൻ നോക്കും എന്താ സംഭവിക്കുക. അവസാനത്തെ എന്തായി? അവസാനത്തത് സ്ട്രിങ് ആയി മാറി. ഇത് സ്ട്രിങ് ആയി മാറി. എന്ത് ചെയ്തപ്പോൾ 3+4 എന്നുള്ളതിന് വരെ 4 ഞാൻ കോഴ്സിൽ സ്ട്രിങ് ആയി കൊടുത്തു. അപ്പോൾ എൻ്റെ 3+4 എന്തായി മാറി? എല്ലാം കൂടി സ്ട്രിങ് ആയി മാറി. അപ്പോൾ അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആയി. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ടൈപ്പ് ഓഫ് എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അതായത് എന്തിനാണ്? ഒരു വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ, ആ വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ടൈപ്പ്. ഇനി അൺഡിഫൈൻഡ് നമ്മൾ നേരത്തെ കണ്ടു. ഇൻ ജാവാസ്ക്രിപ്റ്റ് എ വേരിയബിൾ വിത്തൗട്ട് എ വാല്യൂ ഹാസ് ദ വാല്യൂ അൺഡിഫൈൻഡ്. നമ്മളിവിടെ കാർന്ന് മാത്രം ഡിക്ലെയർ ചെയ്തു, പക്ഷെ അതിൽ വാല്യൂ ഒന്നും കൊടുത്തില്ല. കാർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒന്നും കൊടുത്തില്ല. അപ്പം അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം inner HTML document dot get element by id demo dot inner HTML equal to car plus br പിന്നെ ടൈപ്പ് ഓഫ് കാർ. എന്ത് പറ്റി? രണ്ടും എന്താണ്? അൺഡിഫൈൻഡ് ആണ്. ടൈപ്പും അൺഡിഫൈൻഡ് ആണ്. കാരണം കാർ എന്നുള്ളതിലേക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാലും അൺഡിഫൈൻഡ് ആണ്. ടൈപ്പ് ഓഫ് വാല്യൂ, ടൈപ്പ് ഓഫ് വേരിയബിൾ കാണിക്കാൻ പറഞ്ഞാലും അൺഡിഫൈൻഡ് ആണ്, വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ ഒരു ഇത് ഇതിൽ ഉണ്ട്. അൺഡിഫൈൻഡ് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടുക. അതാണ് നമ്മൾ സ്ട്രിങ് വേരിയബിൾ പാരഗ്രാഫിലേക്ക് അത് ഇന്നർ HTML ആയിട്ട് കൊടുത്താൽ അൺഡിഫൈൻഡ് എന്നുള്ള സ്ട്രിങ് ആണ് അവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ ടൈപ്പും അൺഡിഫൈൻഡ് ആണെന്ന് പറയാം. വേരിയബിൾ ക്യാൻ ബി എംപ്റ്റീഡ്. വേരിയബിൾ വിത്തൗട്ട് എ വാല്യൂ ഹാസ് ദ വാല്യൂ അൺഡിഫൈൻഡ്. വിത്തൗട്ട് എ വാല്യൂ ഇല്ലാത്തതിൻ്റെ വാല്യൂ അൺഡിഫൈൻഡ് ആയിരിക്കും. അതിൻ്റെ ടൈപ്പും എന്തായിരിക്കും? അൺഡിഫൈൻഡ് ആയിരിക്കും. ഇനി ഒരു വേരിയബിൾ നമുക്ക് കളയണമെന്ന് വിചാരിക്കും. അതിൻ്റെ വാല്യൂ കളയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? A variable can be emptied by setting the value to undefined. ഒരു വേരിയബിളിന്റെ വാല്യൂ എംപ്റ്റി ആക്കാൻ അത് അൺഡിഫൈൻഡ് ആക്കി മാറ്റിയാൽ മതി. ഇവിടെ കാർ എന്നുള്ളത് ആദ്യം ഡിക്ലെയർ ചെയ്തപ്പോൾ എന്താണ്? വേരിയബിൾ കാർ ഈക്വൽ ടു വോൾവോ എന്നൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇതിലെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്തു? കാർ ഈക്വൽ ടു അൺഡിഫൈൻഡ് എന്ന് ചെയ്തു. അത് കളഞ്ഞു. ഇനി ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് ഇത് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ആദ്യം ഈ അൺഡിഫൈൻഡ് വോൾവോ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് സ്ട്രിങ് ആയിട്ടൊന്നും മാറില്ല. ആ വാല്യൂ അവിടെ ഉണ്ടാവുകയില്ല. എന്തായി? രണ്ടും ഇപ്പോഴും വാല്യൂവും അൺഡിഫൈൻഡ് ആണ്, ടൈപ്പും എന്താണ്? അൺഡിഫൈൻഡ് ആണ്. അല്ലാതെ ആദ്യം സ്ട്രിങ് ആക്കിയതുകൊണ്ട് ഇപ്പോൾ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് മാറി. വാല്യൂ മാത്രം പോകും, ടൈപ്പ് പഴയത് നിൽക്കും. അങ്ങനെയില്ല, രണ്ടും എന്താവും? അൺഡിഫൈൻഡ് ആയിട്ട്. എംപ്റ്റി വാല്യൂ ഹാസ് നത്തിങ് ടു ഡു വിത്ത്. ഓക്കെ, ഇനി എംപ്റ്റി വാല്യൂ അൺഡിഫൈൻഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഇവിടെ നോക്കി, ഇവിടെ
കാർ ഈക്വൽ ടു ഒരു എംപ്റ്റി സ്ട്രിങ്, ഒന്നുമില്ല, സ്പേസ് പോലും ഇല്ല, രണ്ട് ഡബിൾ കോട്ട്സ് അടുത്തടുത്തിട്ടിരിക്കുകയാണ്. അത് എന്താണ്, ഇതിന്റെ ടൈപ്പ് എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. വാല്യൂ എന്നുള്ളത് എംപ്റ്റി സ്ട്രിങ്ങും ആയിരിക്കും, അല്ലാതെ അൺഡിഫൈൻഡ് വരില്ല. വാല്യൂ ഈസ് എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് ഐ ഡി ഡോട്ട് ഡെമോ ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ദ വാല്യൂ ഈസ് എന്നുകൊണ്ട് പ്ലസ് ചെയ്തിട്ട് എന്താണ്? കാർ എന്നുള്ളതിന്റെ വാല്യൂ. അവിടെ എന്താണ് ആക്ച്വലി? ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും വരുന്നില്ല. കണ്ടോ, ഇവിടെ ഒന്നും വരുന്നില്ല, കാരണം അത് എംപ്റ്റി സ്ട്രിങ് ആണ്. കാറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എംപ്റ്റി സ്ട്രിങ് ആണ്. ഇനി കാർ BR, അതുകൊണ്ടാണ് അടുത്ത ലൈനിലേക്ക് പോകുന്നത്. ദ ടൈപ്പ് ഈസ് ടൈപ്പ് ഓഫ് കാർ ഇപ്പോഴും എന്താണ്? സ്ട്രിങ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എംപ്റ്റി വാല്യൂ കൊടുക്കുന്നതും വാല്യൂ അൺഡിഫൈൻഡ് ആക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എംപ്റ്റി വാല്യൂ ഹാസ് നത്തിങ് ടു ഡു വിത്ത് അൺഡിഫൈൻഡ് എന്നുള്ളത് എംപ്റ്റി വാല്യൂ രണ്ടും രണ്ടാണ്. ഇനി നൾ എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. നൾ ഈസ് നത്തിങ്. ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി സംതിങ് ദാറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. ഇല്ലാത്തൊരു സംഭവത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നൾ യൂസ് ചെയ്യുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇൻ ജാവാസ്ക്രിപ്റ്റിൽ നിർഭാഗ്യവശാൽ എന്താ സംഭവിച്ചത്? ഡാറ്റ ടൈപ്പ് ഓഫ് നൾ ഈസ് ഒബ്ജക്റ്റ്. ടൈപ്പ് ഓഫ് നൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എന്ന് കിട്ടും. ഒബ്ജക്റ്റ് എന്നായിരിക്കും ടൈപ്പ് കിട്ടുക, അത് അൺഡിഫൈൻഡ് ഒന്നുമില്ല. ഓക്കെ, ടൈപ്പ് നള്ള് തന്നെ അയക്കേണ്ടതായിരുന്നു, ടൈപ്പ് നള്ളാവേണ്ടതായിരുന്നു. പക്ഷെ അത് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ബഗ്ഗായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. നള്ളിന്റെ ടൈപ്പ് ഇവിടെ നോക്കാം. ഒരു ഒബ്ജക്റ്റ് എംപ്റ്റി ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അൺഡിഫൈൻഡ് ആക്കിയാൽ ആ ഒരു വാല്യൂ, ഒരു വേരിയബിളിന്റെ വാല്യൂ നമുക്ക് എംപ്റ്റി ചെയ്യാം, വാല്യൂ ഇല്ലാണ്ടാക്കാം, അൺഡിഫൈൻഡ് എന്നാക്കാം. അതുപോലെ ഒരു ഒബ്ജക്റ്റ് യു ക്യാൻ എംപ്റ്റി ആൻ ഒബ്ജക്റ്റ് ബൈ സെറ്റിംഗ് ഇറ്റ് ടു നൾ. അതായത് ഇവിടെ വേരിയബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ നേരത്തെ കണ്ട പോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന് താഴെ പറഞ്ഞു പേഴ്സൺ ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കുക? പേഴ്സൺ എന്നുള്ളത് അതിലുള്ള ആ ഒബ്ജക്റ്റ് അങ്ങോട്ട് പോയി, പക്ഷെ ഒബ്ജക്റ്റിലെ വാല്യൂസും പ്രോപ്പർട്ടീസും ഒക്കെ പോയി, പക്ഷെ അതിന്റെ ടൈപ്പ് ഇപ്പോഴും എന്താണ്? ഒബ്ജക്റ്റ്. അതെന്തുകൊണ്ടാണ്? നള്ളിന്റെ ടൈപ്പായിട്ട് പറയുന്നത് എപ്പോഴും ഒബ്ജക്റ്റ് ആണ്. ഡാറ്റ ടൈപ്പ് ഓഫ് നൾ ഈസ് ഒബ്ജക്റ്റ്. അതുകൊണ്ട് ഇത് ചെയ്താൽ നമ്മളിതൊക്കെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് പേഴ്സൺ ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് ഡോട്ട് ഇന്നർ HTML ടൈപ്പ് ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നള്ളെന്ന് കിട്ടി. ടൈപ്പ് ഓഫ് ഇല്ലാതെ വെറുതെ പേഴ്സൺ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാൽ എന്തുകൊണ്ടും ഒന്നും വരില്ല അവിടെ. ഓക്കെ, ഫസ്റ്റ് ടൈമോ ലാസ്റ്റ് ടൈമോ ഒരു സംഭവം വരില്ല. അല്ലെങ്കിൽ പേഴ്സൺ ഡോട്ട് അങ്ങനെ എടുക്കാമല്ലോ, പേഴ്സൺ ഡോട്ട് ഏജ്. ശരിക്കും നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തപ്പോൾ പേഴ്സൺ ഡോട്ട് ഏജ് എന്താണ്? 50 ആണ്. അത് വരുമോ നോക്കാം. ഇല്ല, ഇപ്പോഴും ഒന്നുമില്ല. അതെന്തുകൊണ്ടാണ്? പേഴ്സൺ ഈക്വൽ ടു നള്ളെന്നാക്കിയപ്പോൾ അതെല്ലാം നള്ളായി മാറി, ഒന്നുമില്ല. ഒന്നും അൺഡിഫൈൻഡ് എന്ന് പോലും കാണിക്കുന്നില്ല, അത് ഓർക്കണം. പേഴ്സൺ ഡോട്ട് ഏജ് എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് എന്ന് പോലും കാണിക്കുന്നില്ല, സംഭവം അവിടെ ഒന്നുമില്ല, നള്ളായി. അതാണ് നള്ളും അൺഡിഫൈൻഡ് നമ്മൾ വ്യത്യാസമുണ്ട്. നള്ളിന്റെ ടൈപ്പ്, അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വേരിയബിളിന്റെ ടൈപ്പും എന്താണ്? അൺഡിഫൈൻഡ് ആയിരിക്കും. പക്ഷെ നള്ളായിട്ടുള്ള ഒരു വേരിയബിളിന്റെ ടൈപ്പ് ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. വെറുതെ ടൈപ്പ് ഓഫ് അല്ല, ഇതില് ടൈപ്പ് ഓഫ് ആയിരുന്നപ്പോൾ, ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നപ്പോൾ ഇവിടെ എന്താണ് വന്നത്? ഒബ്ജക്റ്റ് ആണ്. പക്ഷെ അതിന്റെ വാല്യൂ എന്താണ്? നള്ളാണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അൺഡിഫൈൻഡ് ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ്, അതിന്റെ ടൈപ്പും അൺഡിഫൈൻഡ് ആയിരിക്കും. പക്ഷെ നള്ളായിട്ടുള്ള ഒരു വേരിയബിളിന്റെ ഇത് ഒബ്ജക്റ്റ് എന്ന് തന്നെയായിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ അൺഡിഫൈൻഡ് ആൻഡ് നൾ. ടൈപ്പ് ഓഫ് അൺഡിഫൈൻഡ് എന്താണ്? അൺഡിഫൈൻഡ് ആയിരിക്കും. ടൈപ്പ് ഓഫ് നൾ എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ ഈക്വൽ ടു ചെക്ക് ചെയ്യാനായിട്ട് ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെയുണ്ട്. അതുകൂടാതെ ഒരു 3 ഈക്വൽ ടു കൊടുത്തിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വാല്യൂസ് മാത്രമേ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇഫ് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂവും ബി എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂവും ഈക്വൽ ആണെങ്കിൽ അത് ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് കിട്ടും. അതേസമയം 3 ഈക്വൽ ടു കൊടുത്താൽ വാല്യൂ മാത്രമല്ല നോക്കുക, അതിന്റെ ടൈപ്പ് വ്യത്യാസമാണെങ്കിൽ അത് എന്തൊരു ഫോൾസ് എന്ന് വരും. ടൈപ്പും കൂടി ഈക്വൽ ആണെങ്കിൽ ഈക്വൽ വരുള്ളൂ. ഒരേ വാല്യൂ ഉള്ള ഡിഫറെന്റ് ടൈപ്പായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് എന്ത്? അൺഡിഫൈൻഡും
നള്ള്. വാല്യൂ നോക്കിയാൽ രണ്ടിനും ഒന്നുമില്ല. പക്ഷെ ടൈപ്പ് എന്താണ്? ഇതിന്റെ ടൈപ്പ് ഒബ്ജക്റ്റ് ആണ്, ടൈപ്പ് ഓഫ് നൾ ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ ടൈപ്പ് അൺഡിഫൈൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫോൾസ് വരും. ഇങ്ങനെ നോക്കിയാൽ ട്രൂ വരും. കാരണം നള്ളിന്റെ വാല്യൂയും അൺഡിഫൈൻഡ് വാല്യൂയും ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വാല്യൂ ഒന്നാണ്, ടൈപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. മനസ്സിലാക്കുക. അപ്പൊ ഈ 3 ഈക്വൽ ടു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക, CPP ജാവയിൽ ഇല്ലാത്തതാണ്. ഡബിൾ ഈക്വൽ ടു വെച്ച് നമ്മൾ കമ്പാരിസൺ, ഈ എ ഈക്വൽ ടു ബി എന്ന് ചെക്ക് ചെയ്യാൻ എ ഡബിൾ ഈക്വൽ ടു ബി എന്നാണ് എഴുതുക. 3 ഈക്വൽ ടു ഇട്ടിട്ടുള്ളത് നമ്മൾ സിയിലും ജാവയിലൊന്നും പഠിക്കുന്നില്ല, CPP പഠിക്കുന്നില്ല. പക്ഷെ ജാവ സ്ക്രിപ്റ്റിൽ അതുണ്ട്. അവിടെ 2 വേരിയബിൾസിന്റെ വാല്യൂസ് മാത്രമല്ല അതിന്റെ ടൈപ്പും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ അത് ഈക്വൽ എന്നുള്ള ട്രൂ എന്നുള്ള വാല്യൂ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫോൾസ് കിട്ടും. വാല്യൂ ഈക്വൽ ആണ് പക്ഷെ ടൈപ്പ് ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് കിട്ടും, അല്ലെങ്കിൽ ടൈപ്പ് ഈക്വൽ ആണ് വാല്യൂ ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് കിട്ടും. അതാണ് ട്രിപ്പിൾ ഈക്വൽ ടു എന്നുള്ളത് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജാവ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകതയാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ പറഞ്ഞു വന്നത് നള്ളിന്റെയും അൺഡിഫൈൻഡ് എന്നുള്ളതിന്റെയും വാല്യൂ ഈക്വൽ ആണ്, പക്ഷെ രണ്ടിന്റെയും ടൈപ്പ് വ്യത്യാസമുണ്ട്. അൺഡിഫൈൻഡ് ടൈപ്പ് അൺഡിഫൈൻഡ് എന്നാണ്, നള്ളിന്റെ ടൈപ്പ് ഒബ്ജക്റ്റ് എന്നാണ്. ഇതിൽ പ്രിമിറ്റീവ് ഡാറ്റ നമ്മൾ കണ്ട ഡാറ്റ ടൈപ്പുകളാണ് സ്ട്രിങ്, നമ്പർ, ബൂളിയൻ, അൺഡിഫൈൻഡ്. ഇതൊക്കെ പ്രിമിറ്റീവ് ഡാറ്റയാണ്. അത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ഫ്ലോട്ട് പ്രിമിറ്റീവ് ഡാറ്റയാണ്. എന്തുകൊണ്ടാണ്? അതിന് ഡെസിമൽ പാർട്ട് ഉണ്ട്, എന്താണ് ഇന്റിജർ പാർട്ടും ഉണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്. ഒരു ഡോട്ട് വെച്ച്, പക്ഷേ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതിന് നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ എന്ന് പറയും. ഇന്റ്, കാർ, ഫ്ലോട്ട് അതൊക്കെ അതാണ്. അതേസമയം കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് ഒബ്ജക്റ്റ് എന്നുള്ളത്, അതിൽ നമുക്ക് ഒബ്ജക്ട് നെയിം ഡോട്ട് ഫസ്റ്റ് നെയിം സെപ്പറേറ്റ് എടുക്കാം, ഒബ്ജക്ട് നെയിം ഡോട്ട് ഏജ് സെപ്പറേറ്റ് എടുക്കാം, അല്ലെ? പേഴ്സൺ ഡോട്ട് ഏജ്, പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം, അങ്ങനെ എടുക്കുന്ന കോംപ്ലക്സ് ടൈപ്പുകളാണ് നമ്മൾ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ക്യാൻ റിട്ടേൺ വൺ ഓഫ് ദ കോംപ്ലക്സ് ടൈപ്പ്. ഏതെങ്കിലും ഒന്ന് പറയാം. ഫംഗ്ഷൻ, നമ്മൾ ഫംഗ്ഷനും ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്നുള്ള വാല്യൂ നമുക്ക് റിട്ടേൺ കിട്ടും. ടൈപ്പ് ഓഫ് ഒരു പേഴ്സൺ എന്ന് കൊടുത്താൽ ഒബ്ജക്റ്റ് എന്നുള്ളത് റിട്ടേൺ കിട്ടും. ഇവിടെ നോക്കിയാൽ ഇവിടെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, വെറുതെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഫ്ലവർ ബ്രാക്കറ്റിൽ അതിന്റെ പ്രോപ്പർട്ടി നെയിമും വാല്യൂസ്, നെയിം ജോൺ, ഏജ് 34. ടൈപ്പ് ഓഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? റിട്ടേൺ കിട്ടുന്നത് ഒബ്ജക്റ്റ് എന്നുള്ളതായിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുക. ഇതെന്താണ്? ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് എന്താണ്? അറേ ആണ്, പക്ഷെ റിട്ടേൺ കിട്ടുന്നത് ഒബ്ജക്റ്റ് ആണ്, നോട്ട് അറേ. ഓക്കെ, അറേ എന്നല്ല റിട്ടേൺ കിട്ടുക, ഒബ്ജക്റ്റ് എന്ന് തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് താഴെ പറയുന്നുണ്ട്, അത് നോക്കാം. ഇനി ടൈപ്പ് ഓഫ് നൾ ഒബ്ജക്റ്റ് എന്ന് കിട്ടും. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ മൈ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ മൈ ഫംഗ്ഷൻ. ഈ ബാക്കിനകത്ത് അതിന്റെ കോഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിപ്പോൾ കോഡൊന്നും ഇല്ലാത്തൊരു ഫംഗ്ഷൻ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. അപ്പൊ അതിന്റെ ടൈപ്പ് റിട്ടേൺ കിട്ടുക ഫംഗ്ഷൻ എന്നാണ്, വേറെ ഒബ്ജക്റ്റ് എന്നോ വേറെ ഒന്നുമല്ല, ഫംഗ്ഷൻ എന്ന് റിട്ടേൺ. അപ്പൊ ഈ രണ്ട് ടൈപ്പും ടൈപ്പ് ഓഫ് വെച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടാവുന്ന കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് രണ്ടെണ്ണമാണ്, ഫംഗ്ഷനും ഒബ്ജക്റ്റ്. ഇതൊന്നും നമുക്ക് അധികം അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല, പക്ഷെ ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ വ്യത്യാസമാണ്. സിയും CPP വരുന്ന കുറെ കാര്യങ്ങൾ ഇതിൽ ഉണ്ടെങ്കിലും വ്യത്യാസമുള്ള കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് റിട്ടേൺസ് ഒബ്ജക്റ്റ് ഫോർ അറേസ് ബിക്കോസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് അറേസ് ആർ ഒബ്ജക്ട്സ്. ജാവാസ്ക്രിപ്റ്റിലെ അറേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ടൈപ്പ് ഓഫ് ഒരു അറേ കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ കിട്ടുക ഒബ്ജക്റ്റ് എന്നാണ് കിട്ടുക. അറേ എന്ന് പറഞ്ഞിട്ട് സംഭവമില്ല. ജാവാസ്ക്രിപ്റ്റിലെ അറേസിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് പോലെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ ടൈപ്സിൽ പറയാനുള്ളത്. അതിന്റെ എക്സസൈസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തത് ജാവാസ്ക്രിപ്റ്റിലെ ഫങ്ഷൻസ് എങ്ങനെ എഴുതും അറിയുന്ന കാര്യമാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഡിസൈൻ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. അത് എവിടെയാണെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയാണ്. ഒരു ബ്ലോക്ക് ഓഫ് കോഡ്, നമ്മൾ അതിനൊരു പേര് കൊടുക്കും, അത് പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ളതായിരിക്കും. ആ ടാസ്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ആ പേര് ഫംഗ്ഷൻ നെയിം കോൾ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഫംഗ്ഷൻ ഈസ് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് വെൻ സംതിങ് ഇൻവോക്സ് ഇറ്റ്. അതിനെ ഇൻവോക്ക് ചെയ്യുമ്പോൾ, കോൾ ചെയ്യുമ്പോഴാണ്. കോൾ ചെയ്യുന്ന പല സന്ദർഭങ്ങളിലാണ്. ചിലപ്പോൾ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നതായിരിക്കും. നമ്മൾ ആ സമയത്ത് അതിനെ ഇൻവോക്ക് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാന്ന് പറയും. അപ്പോഴാണ് അത് വർക്ക് ചെയ്യുക. ഫംഗ്ഷൻ എഴുതുന്ന രീതി, ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക മെയിനായിട്ട് ഫംഗ്ഷൻ. പിന്നെ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈ ഫംഗ്ഷൻ എന്നാണ് പേര്.
ബ്രാക്കറ്റിനകത്ത് അതിൽ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പാരാമീറ്റേഴ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാരാമീറ്ററിൻ്റെ പേര് മാത്രമാണ് കൊടുക്കുക. വാർന്നുള്ള കീവേഡോ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പോ നമ്മൾ സീലൊക്കെ പഠിക്കുന്ന പോലെ ഇൻഡ് അങ്ങനെയൊന്നും കൊടുക്കണ്ട, പേരുകൾ മാത്രം കൊടുക്കുക. എന്നിട്ട് ഫംഗ്ഷൻ്റെ ബോഡി ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ P1 ഇൻറ്റു P2 മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ രണ്ടും P1ഉം P2ഉം വാല്യൂസ് വരുന്നത് ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. പാരഗ്രാഫ് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഒരു പാരഗ്രാഫ് എംറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഡെമോ. ഫംഗ്ഷൻ നമ്മൾ എഴുതി, പക്ഷെ ഫംഗ്ഷൻ ഇപ്പോൾ വർക്ക് ചെയ്യില്ല. എപ്പോഴാണ് വർക്ക് ചെയ്യുക? ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഫംഗ്ഷൻ നേരത്തെ കണ്ട ഫംഗ്ഷനാണ്. P1 P2 വിളിച്ചാൽ അതിനെ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? P1 ഇൻറ്റു P2 റിട്ടേൺ ചെയ്യും. നമ്മൾ കോൾ ചെയ്യുന്നത് എവിടെയാണ്? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡെമോ ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മൈ ഫംഗ്ഷനെ കോൾ ചെയ്ത് കൊടുത്ത് 4,3 വെച്ചിട്ട് 2 വാല്യൂസ് കൊടുത്ത് റിട്ടേൺ കൊടുക്കുമ്പോൾ അതിലേക്ക് തിരിച്ച് കിട്ടുന്ന വാല്യൂ എന്താ? ഇവിടെ കിട്ടുന്ന വാല്യൂ 2നെ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ 12. ആ 12 ആണ് എവിടേക്ക് പോകുന്നത്? ഈ പാരഗ്രാഫിൻ്റെ ഇന്നർ HTML ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതവിടെ പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷൻ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫംഗ്ഷൻ്റെ കോഡ് എഴുതി വെക്കും. ഈ കോഡ് സ്ക്രിപ്റ്റ് ഇങ്ങനെ ലോഡ് ചെയ്ത് പോകുമ്പോൾ വർക്ക് ചെയ്യില്ല. എപ്പോഴാണ് അത് വർക്ക് ചെയ്യുക? മൈ ഫംഗ്ഷൻ കൊണ്ട് അതിനെ കോൾ ചെയ്യുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യൂ. ഫംഗ്ഷൻ്റെ സിൻടാക്സ്, ഫംഗ്ഷൻ കീവേഡ് ഉണ്ട്, ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കണം, ഫോളോഡ് ബൈ പാരന്തസിസ്. ഈ പാരന്തസിസ് യൂസ് ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഫംഗ്ഷൻ നെയിമായിട്ട് നമുക്ക് സാധാരണ വേരിയബിൾസിന് പേര് കൊടുക്കുന്ന പോലെ തന്നെ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ, $, ഇത്രയും മാത്രമേ അലൗഡ് ഉള്ളൂ. ചില റൂളൊക്കെ ഉണ്ടല്ലോ, ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഫംഗ്ഷൻ നെയിമിനും ബാധകമാണ്. പാരന്തസിസിനകത്ത് നമുക്ക് എന്ത് വരാം? പാരാമീറ്റർ നെയിം സെപ്പറേറ്റഡ് ബൈ കോമാസ്. പാരാമീറ്റർ 1, പാരാമീറ്റർ 2 കോമ ഇട്ട് കൊടുക്കുക. ഇനി ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ആ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് നമ്മൾ എവിടെ കൊടുക്കും? വിത്തിൻ ഫ്ലവർ ബ്രാക്കറ്റ് കേർലി ബ്രേസസിനകത്ത് അത് കോഡ് കൊടുക്കും. ഇത്രയുള്ള ഫംഗ്ഷൻ എഴുതുന്ന സിൻടാക്സ്. ഇനി ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പേര് കോൾ ചെയ്യുമ്പോൾ അല്ലേ, വിത്ത് പാരന്തസിസ് വെച്ചുകൊണ്ട് കോൾ ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ ഇൻവോക്കേഷൻ ആയി മാറുന്നത്. ഒരു പാരാമീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പാരന്തസിസ് അതിന് കൊടുക്കണം. അപ്പോൾ എപ്പോഴാണ് സാധാരണ കോൾ ചെയ്യുക? വെൻ ഇവന്റ് ഒക്കേഴ്സ്. ഇപ്പോൾ എന്ത് ഇവൻ്റാണ്? യൂസർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഇവൻ്റാണ്. ഇത് ഒരു ഇവന്റ്, ഇതുപോലെ പല ഇവന്റുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവന്റ് ഇല്ലാതെ നമ്മൾ കോൾ ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടത്. ഈ എക്സാമ്പിളിൽ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ജസ്റ്റ് അതിന് കോൾ ചെയ്യാം. ഒരു ഇവന്റും ഇല്ല, ക്ലിക്കൊന്നും ഇല്ലാതെ ഇവിടെ ഇന്നർ HTML സെറ്റ് ചെയ്യാൻ വേണ്ടി മൈ ഫംഗ്ഷനെ കോൾ ചെയ്തു. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവന്റിൽ കോൾ ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെയാണ് അത് വർക്ക് ചെയ്യുക. പിന്നെ സെൽഫ് ഇൻവോക്ക്ഡ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുന്നതുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും ഫംഗ്ഷനിൽ. ഇനി ഫംഗ്ഷൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്താൽ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ അവിടെ നിൽക്കും. അപ്പോൾ അതിലെന്തെങ്കിലും റിട്ടേൺ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ആ വാല്യൂ കോൾ ചെയ്ത സ്ഥലത്തേക്ക് റിട്ടേൺ ചെയ്യും. കോൾ ചെയ്ത സ്ഥലത്ത് കോൾ ചെയ്യുന്ന ആ ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈൻ തുടങ്ങി വർക്ക് ചെയ്യും. ദ റിട്ടേൺ വാല്യൂസ് റിട്ടേൺഡ് ബാക്ക് ടു ദി കോളർ will return to execute the code after the invoking statement. ഇൻവോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള കോഡായിരിക്കും വർക്ക് ചെയ്യുക. അതൊക്കെ നമ്മൾ സാധാരണ സിപിയിലും ജാവയിലും വർക്ക് ചെയ്യുന്ന പോലെയാണ്. ഫംഗ്ഷൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് കോഡ് റിപ്പീറ്റ് ചെയ്യേണ്ട, പകരം ഫംഗ്ഷൻ നെയിം കോൾ ചെയ്താൽ മതി. ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യം. ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. വെറുതെ ഫംഗ്ഷൻ നെയിം മാത്രം. ഇവിടെ നോക്കിയേ, ടു സെൽഷ്യസ് എന്നുള്ളതൊരു ഫംഗ്ഷനാണ്. റെഫേഴ്സ് ടു ദ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ആൻഡ് ടു സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് പാരന്തസിസ് ഇട്ടാൽ റിട്ടേൺസ് ടു ദ ഫംഗ്ഷൻ റിസൾട്ട് ആണ് റിട്ടേൺ ചെയ്യുക. വെറുതെ ഇത് മാത്രം കൊടുത്താൽ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുക. ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ടു സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാരന്തസിസ് കൊടുത്തില്ല. പാരന്തസിസ് കൊടുക്കാതെ വിളിച്ചപ്പോൾ എന്താ റിട്ടേൺ ചെയ്തത്? ഫംഗ്ഷൻ ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തു. അതായത് ഈ ഫംഗ്ഷൻ്റെ കോഡ് കംപ്ലീറ്റ് ഫംഗ്ഷൻ ടു സെൽഷ്യസ് ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് എന്താണ് റിട്ടേൺ 5/9 ഇൻറ്റു F-32 ആ കോഡ് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തു. അതാണ് എവിടെ സെറ്റ് ചെയ്തത്? ഇന്നർ HTML ആയിട്ട്. ഈ പറഞ്ഞ ഡെമോ എന്ന് പറഞ്ഞ പാരഗ്രാഫിൻ്റെ ഇന്നർ HTML ആയിട്ട് അത് സെറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആ കോഡ് ഇവിടെ മുഴുവനായിട്ട് കിട്ടി. അതിന് പകരം ഫ്ലവർ ബ്രാക്കറ്റ് നമ്മൾ പാരന്തസിസ് ഇട്ടിട്ട് ഒരു വാല്യൂ
ഫാരൻഹീറ്റിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഷ്യസിൽ എത്രയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം. 37.7778 അല്ലേ. നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ 36 താഴേക്ക് ആയിരിക്കും അല്ലേ. അതാണ് നോർമൽ. പനി കൂടുമ്പോഴാണ് ഈ 100 ആയി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് അല്ല, ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ അത് കിട്ടാനുള്ള സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് അവിടെ എഴുതിയത്. 2 സെൽഷ്യസ് 5/9 × F - 32. അതാണ് അതിൻ്റെ ഇക്വേഷൻ. 5/9 × F എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റിലുള്ള വാല്യൂ, അതേ -32 × 5/9 ചെയ്താൽ കറസ്പോണ്ടിങ് സെൽഷ്യസിലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കോൾ ചെയ്തപ്പോൾ ആ ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ ആണ് അവിടെ കിട്ടിയത്. ഇതില്ലാതെ കോൾ ചെയ്തപ്പോൾ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ കിട്ടി. ഫംഗ്ഷൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ കിട്ടും. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഇനി ഫംഗ്ഷൻസ് യൂസർ ആസ് വേരിയബിൾ വാല്യൂസ് നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷന്റെ പാർട്ടായിട്ട് എഴുതാം. വേർ ടെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഈസ് എക്സ് സെൽഷ്യസ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ വാല്യൂ എന്താണ്? 2 സെൽഷ്യസ്. ഇങ്ങനെ എഴുതാം. ആദ്യം എക്സിലേക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് അതിന്റെ വാല്യൂ എക്സിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് എക്സ് എഴുതാം. അതിന് പകരം ഇങ്ങനെയും എഴുതാം. ദ ടെമ്പറേച്ചർ ഈസ് നേരിട്ട് 2 സെൽഷ്യസ്. ഒക്കെ നമ്മൾ CPP ജാവയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്താൽ ഇവിടെ ഇതിന് പകരം എന്ത് വരും? 77 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഫാരൻഹീറ്റ് കണ്ടുപിടിച്ചത് അല്ല സെൽഷ്യസ് വാല്യൂ കണ്ടുപിടിച്ചത് തിരിച്ചിങ്ങോട്ട് വരും. ആ വാല്യൂ ഇവിടെ 25 സെൽഷ്യസ്. 25 സെൽഷ്യസ് എങ്ങനെ കിട്ടിയ? 75 അങ്ങോട്ട് കൊടുത്തു, അത് ഇവിടെ വന്നു. ഇവിടെ ഫാരൻഹീറ്റിന്റെ സ്ഥാനത്ത് 77 - 32 × 5/9 ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് റിട്ടേൺ വന്നത്. ആ വാല്യൂ ആണ് എന്ത്? 25. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു എക്സ്പ്രഷന്റെ പാർട്ടായിട്ട് ഒരു വേരിയബിളിന് പകരം ഉപയോഗിക്കാം. അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ എക്സ് പറഞ്ഞു കൊടുത്താലും വർക്ക് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഫംഗ്ഷൻ സാധാരണ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ഈ ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾ, ഇതൊക്കെ നമ്മൾ എന്താ ഫംഗ്ഷന്റെ അത് ഉപയോഗിക്കുന്ന ലോക്കൽ വേരിയബിൾ ഒക്കെ നമ്മൾ CPP ജാവയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇതിൽ ഒബ്ജക്ട്സും കൂടി പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒബ്ജക്ട്സ് നമ്മൾ സാധാരണ റിയൽ ഇപ്പോൾ കാർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, അതിൻ്റെ കാറിന് ഒരു നെയിം ഉണ്ടാവും, ഫിയറ്റ്, മോഡൽ ഉണ്ടാവും, വെയിറ്റ് ഉണ്ട്, ഇത്ര കളറുണ്ട്. ഇനി കാറിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്, ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ വേറെ ഫംഗ്ഷനാണ്, ബ്രേക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്, സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ കാർ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാറിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ പേര്, അതിന്റെ മോഡൽ, അതിന്റെ വെയിറ്റ്, അതിന്റെ കളർ, അങ്ങനെ എന്തും പ്രോപ്പർട്ടീസ് വരാം. നമ്പർ ഓഫ് ഗിയേഴ്സ് ഒക്കെ വരാം. അതിൽ ചെയ്യാവുന്ന ഓപ്പറേഷൻസ് ആണ് നമ്മൾ എന്ത് മെത്തേഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുക, ഡ്രൈവ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്ട്സ് നമുക്ക് ഇതിൽ കാർ എന്നുകൊണ്ടൊരു ഫിയറ്റ് എന്നുകൊണ്ട് സംഭവം കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഇത് ഒബ്ജക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ കാർ എന്നുകൊണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ്, അതൊരു വേരിയബിൾ, ആദ്യം കണ്ടത് ഒരു വേരിയബിൾ ആണ്. ഇവിടെ നമ്മൾ ഫ്ലവർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ടൈപ്പ് ഫിയറ്റ്, മോഡൽ 500, കളർ വൈറ്റ്. ഇതൊക്കെ നമ്മൾ ഒബ്ജക്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തെ കണ്ടു. അതിലെ വാല്യൂസ് എടുക്കുന്നത് കാർ ടൈപ്പ് ഈസ് പ്ലസ് കാർ ഡോട്ട് ടൈപ്പ്. കാർ ഡോട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഫിയറ്റ്. അപ്പോൾ കാർ ടൈപ്പ് ഈസ് ഫിയറ്റ് എന്ന് കിട്ടി. കാർ ഡോട്ട് ടൈപ്പിന് വരെ നമ്മൾ മോഡൽ ആണ് ഉപയോഗിച്ചെങ്കിൽ 500 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ അത് ആക്സസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടതാണ്. ഒബ്ജക്റ്റ് ഡെഫിനിഷൻ: ഡിഫൈൻ ആൻഡ് ക്രിയേറ്റ് എ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ലിറ്ററൽ. എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് പ്രോപ്പർട്ടി നെയിം കോളൻ വാല്യൂ കോമ അടുത്ത പ്രോപ്പർട്ടി നെയിം കോളൻ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത് തന്നെ സെയിം നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൽ കുറച്ച് പ്രോപ്പർട്ടി നെയിംസ് ആണ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ഐ കളർ. അതിൻ്റെ പ്രോപ്പർട്ടി വാല്യൂസ് ആണ് ജോൺ, ഡോ, 50, ബ്ലൂ. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രോപ്പർട്ടി ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യുന്ന അങ്ങനെ ഒബ്ജക്ട് നെയിം ഡോട്ട് പ്രോപ്പർട്ടി നെയിം. CPP ജാവയിലൊക്കെ പഠിച്ചത് തന്നെയാണ്. ഇവിടെ വേറെ മെത്തേഡ് ഇവിടെ ഉണ്ട്. ഒബ്ജക്ട് നെയിം അറേ ആക്സസ് ചെയ്യുന്ന പോലെ ഒബ്ജക്ട് നെയിം എന്നുള്ളത് ഒബ്ജക്റ്റിനെ ഒരു അറേ ആക്കി കണ്ടുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വിത്തിൻ കോഡ്സ് ആ പ്രോപ്പർട്ടി നെയിം, കോഡ്സ് കൊടുക്കാൻ പറയുന്നത്. വിത്തിൻ കോഡ്സ് ആ പ്രോപ്പർട്ടി നെയിം കൊടുത്താലും ഇത് കിട്ടുന്ന അതേ കാര്യം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. പേഴ്സൺ ഡോട്ട് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. എന്ത്? പേഴ്സൺ ഓഫ് ലാസ്റ്റ് നെയിം എന്നുള്ളത് നമ്മൾ അറേ ആക്സസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. ഫങ്ഷൻസ് കൊടുക്കാം. അത് നമ്മൾ
പിന്നീട് പഠിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക. പ്രോപ്പർട്ടി നെയിം കൊടുക്കുന്ന പോലെ ഒരു ഫംഗ്ഷനും കൂടി അതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാന്ന് നോക്കിയാൽ പേഴ്സൺ ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി നെയിംസ് എല്ലാം ഉണ്ട്. അവസാനം ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കുന്നത്, ഒരു ഫംഗ്ഷനാണ്. ഫുൾ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ എഴുതുന്നത് നോക്കാം. നമ്മൾ സാധാരണ ഫംഗ്ഷൻ എഴുതാം, ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് എഴുതാണ്ട് ഫുൾ നെയിം പാരന്തസിസ് ഇട്ടിട്ടാണ് ഫംഗ്ഷൻ്റെ കോഡ് എഴുതുക. ഇവിടെ ഫംഗ്ഷൻ നെയിം നമ്മൾ ആദ്യം എഴുതും. എന്താണ് ഫുൾ നെയിം, കോളൻ ഇട്ടിട്ട് എന്താണ് ഫംഗ്ഷൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ കോഡ് എഴുതി വെക്കും. ഈ രീതിയിലാണ് നമ്മൾ ഒബ്ജക്ട്സ് നമ്മളധികം ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അതിൻ്റെ അത് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കുക, അതിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനെ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പേഴ്സൺ ഡോട്ട് ഫുൾ നെയിം എന്നുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് അതിനെ കോൾ ചെയ്താൽ അത് വർക്ക് ചെയ്യും അല്ലേ. നമ്മൾ സാധാരണ റെക്ടാങ്കിൾ ഡോട്ട് ഏരിയ എന്ന് വിളിച്ചാൽ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ പേഴ്സൺ ഡോട്ട് വിളിക്കേണ്ട എന്താണ്, ഫംഗ്ഷൻ എന്നല്ല ഫുൾ നെയിം പിന്നെ ഈ പാരന്തസിസ് ഇട്ട് വിളിച്ചാൽ അത് വർക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ സമയം കുറച്ചായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡാറ്റ ടൈപ്സ് ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണെന്ന് പഠിച്ചു, ഫംഗ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് പഠിച്ചു, ഒബ്ജക്ട്സ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, അതിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിങ്ങളുടെ ക്ലാസ്സാണ് ശരിക്കും ജാവാസ്ക്രിപ്റ്റിലെ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഓഫ്ലൈൻ സെഷൻ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചത് ഞാൻ കുറച്ച് പേരെടുത്ത് അത് എനിക്ക് അപ്ലോഡ് ചെയ്ത് തരാൻ പറയും. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം 1 or 2 നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ക്വസ്റ്റ്യനൊക്കെ ഇട്ടിട്ട് ഓഫ്ലൈനായിട്ട് അത് തരും. അത് നിങ്ങൾ കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ സംഭവം റെഡിയാക്കി വെക്കുക. പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സും ജാവാസ്ക്രിപ്റ്റ് ഇത്രയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഈ സൈറ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. ഞാനിപ്പോൾ വീഡിയോയുടെ ടൈം കുറയ്ക്കാനായിട്ട് കുറച്ച് എന്താ പറയുക സ്പീഡിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അതിൽ വ്യത്യാസമുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. അത്രയും ബാക്കി നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു വെക്കുക. ഈ വീഡിയോ കാണുക, എന്നിട്ട് സൈറ്റ് എടുത്ത് ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഏരിയാസ് സൈറ്റ് എടുത്ത് ഡീറ്റെയിൽഡായിട്ട് വായിക്കുക, നോട്ട്സ് എഴുതുക. ഓക്കെ, തൽക്കാലം അത്രയും ചെയ്തു വെക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.